ആയിരുന്നു. നമുക്കൊന്നും എല്ലാ ആഴ്ചയിലും ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ലിൻസിനോട് ചെയ്യാൻ പറ്റിയ ഒരു ഉപകാരം അല്ലെങ്കിൽ എന്താ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുക, പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്, സ്കാനിയുടെ വണ്ടി എടുത്തിട്ടുണ്ട്, നല്ല ട്രിപ്പായിരുന്നു, അതിനകത്ത് യാത്ര, ഭക്ഷണം, സൗകര്യം എല്ലാം ഓക്കെ ആയിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അതേ ഉള്ളൂ, അവന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യം അതേ ഉള്ളൂ. കാരണം നമുക്കൊന്നും എല്ലാ ആഴ്ചയിലും ഇതിൻ്റെ ഒപ്പം പോകാനൊന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് യാത്രയിൽ പറഞ്ഞ പോലെ ഭക്ഷണമായാലും എല്ലാം ആയാലും നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ വണ്ടിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനു മുമ്പ് തന്നെ ഇപ്പൊ 10-15 വർഷമായിട്ട് ഈ വണ്ടി എടുത്ത് വിൻസെന്റ് എടുത്ത സമയം മുതൽ വന്നിട്ട് അതിനു മുമ്പുള്ളതാണ്. പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, കുഴപ്പമില്ല. ഭക്ഷണമാണെങ്കിലും അടിപൊളി, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വേളാങ്കണ്ണിയിൽ വന്നിരുന്നു. പക്ഷേ ഈ വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത വർഷവും സിബി പറഞ്ഞതുപോലെ തന്നെ പുതിയ വണ്ടിയിൽ പുതിയ സൗകര്യങ്ങളോടെ വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രിപ്പ് വളരെ നല്ലതായിരുന്നു. ഫുഡും വണ്ടിയാണെങ്കിലും ട്രാവലിംഗ് അധികം അറിയാനും പറ്റുന്നില്ല. നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഭക്ഷണം എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം ലിൻസിന് ഇനിയും ഇതുപോലെ അവരൊക്കെ പറഞ്ഞ പോലെ പുതിയ വണ്ടികളൊക്കെ മേടിക്കാൻ നേരത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. നല്ല ട്രിപ്പായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. ദൈവം സഹായിച്ച് അവനൊരു നല്ലൊരു വണ്ടി കിട്ടാനും ഞങ്ങൾക്ക് അതിന് വരാനും സാധിച്ചാൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയും അവൻ വണ്ടികൾ എടുത്ത് അവനൊരു നല്ല രീതിയിൽ ഒരു രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവൻ ഈ ട്രിപ്പ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടു. നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയിരിക്കുന്ന കുറച്ച് പേർക്കറിയാം ഒരു ചെറിയൊരു ഇതുണ്ടായി, ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ദൈവം മാതാവ് നമ്മളെ കാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് അവിടെ തന്നെ വെച്ച ഇത് ചെയ്തു. നമ്മൾ ഇതുവരെ വന്നതിലും എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നമുക്ക് തന്നിട്ടുണ്ട്. വന്ന ഓരോ കാര്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിൻസന് എല്ലാവിധ അനുഗ്രഹങ്ങളും മാതാവിൽ നിന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇനിയും നല്ല ഓട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ട്രിപ്പ് നല്ലതായിരുന്നു. നല്ല ഫുഡായിരുന്നു. നമുക്ക് ഹോംലി ഫുഡ് കഴിക്കാന്നുള്ളത് വളരെ ഒരു അനുഗ്രഹമാണ്. അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്കൊരു ഹോംലി ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നതിന് ഇവരോട് നന്ദി പറയുന്നു. കൂട്ടത്തില് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡ്രൈവർ ചേട്ടനെ എനിക്ക് മുമ്പ് ഞങ്ങൾക്ക് പരിചയമുണ്ട്. പല ട്രിപ്പിൽ പോരുമ്പോഴും ഡ്രൈവർ ചേട്ടൻ എന്റെ കൂടെ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അവൻ തന്നെ വണ്ടി കയറിയപ്പോൾ തന്നെ ഞങ്ങള് അച്ഛനോട് ചോദിച്ചു, ചേട്ടാ പരിചയമില്ലെന്ന് ചോദിച്ചു. പരിചയമുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത്രയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഫുഡിന്റെ കാര്യം ലിൻസിന്റെ ഇതിൽ പ്രത്യേകിച്ചും പറയേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അടിപൊളി തന്നെയാണല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങള്. ഓക്കെ. അതുപോലെ തന്നെ ജോൺസൺ ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു സത്യാവസ്ഥയായ കാര്യമാണത്. കാരണം വെച്ചാൽ എന്റെ അമ്മ വെക്കണ താറാവ് കറിയും എന്റെ ചേട്ടത്തി വെക്കണ താറാവും കറിയും ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ താറാവും കറിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് പറയുകയും ചെയ്തു. ആ വെച്ച മറ്റേ കുക്കിനോടും ഞാൻ പറഞ്ഞു, ബേസിലോടും പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്ടാന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഓരോരുത്തരെയും കെയർ ചെയ്യുന്ന ആ ഒരു ഞങ്ങളെ ബാക്കിൽ ഇരിക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. നല്ല സുഖമായ ട്രിപ്പായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ലിൻസിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരെയും വേളാങ്കണ്ണി മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.